ശ്രീ പത്മനാഭൻ, അതായത് ഭാവിയിലേക്ക്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ സമഗ്രമായ ഒരു ഭാവിയിലേക്ക് എത്രമാത്രം വിരൽ ചൂണ്ടാൻ, സുരക്ഷിതമായൊരു ഭാവിയിലേക്ക് വിരൽ ചൂണ്ടാൻ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്കാകുന്നുണ്ട്? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ബഡ്ജറ്റിലെ ഒരു പ്രഖ്യാപനം ഈ കാറുകൾക്ക് നികുതി വർദ്ധിപ്പിച്ചു എന്നാണ്. നിങ്ങൾ നോക്കൂ, സബ്സിഡി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രോണിക് വെഹിക്കിൾസ്. നമ്മുടെ രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രോണിക് വാഹനങ്ങൾ. കാരണം നമ്മുടെ പെട്രോളിന്റെ ഡീസലിന്റെ ഉപഭോഗം കുറച്ച് വൈദ്യുതി വാഹനങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വിദേശ നാണ്യം നേടാൻ പറ്റും. ആ വൈദ്യുതി വാഹനങ്ങൾക്ക് സബ്സിഡി ഉണ്ട്, അതിന് നികുതി കൂട്ടിയിരിക്കുന്നു. നികുതി കുറച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംവിധാനമാണ് ഇലക്ട്രോണിക് വാഹനങ്ങൾ. അതിന് നികുതി കൂട്ടി എന്ന് പറഞ്ഞവരെ കാഴ്ചപ്പാട് എന്താണ്? ഇവരെന്ത് ഭാവിയെ സുരക്ഷിതമാക്കാൻ പോകുന്നത്? അപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഭാവി അല്ല, ഭാവി ആരുടെ ഭാവി? ഗവൺമെന്റിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള എല്ലാ പദ്ധതികളുണ്ട്. വരുന്ന ഒരു വർഷത്തേക്ക് പരമാവധി വരുമാനം വർദ്ധിപ്പിച്ച് സർക്കാരിന്റെ ഭാവി, സർക്കാരിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഭാവി, സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് വലിയ പരിക്കില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നതൊക്കെ സുരക്ഷിതമാക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന് വേണ്ടി ഒരു പദ്ധതി ആരെങ്കിലും പറയട്ടെ, ഇതാ കേരളത്തിന്റെ എന്താ പറയാ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് മാറ്റം വരുത്തുന്ന, നമുക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന കസ്റ്റംസ് എക്സൈസ് ഡ്യൂട്ടി. ഇപ്പൊ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കേരളത്തിന് കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടി ഇനത്തിന് വരുമാനമില്ല. കാരണം നമുക്ക് വലിയ ഫാക്ടറികളില്ല, വലിയ ഉൽപാദന കേന്ദ്രങ്ങളില്ല. അപ്പൊ അങ്ങനത്തെ വല്ല സംവിധാനങ്ങൾക്കും സാഹചര്യം ഒരുക്കുന്ന വല്ലതുമുണ്ടോ ഈ ബഡ്ജറ്റിൽ? എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇത്രയും നേരം ഇരുന്ന് കേട്ടതാണ്, എനിക്കൊന്നും കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല. കേട്ടിട്ട് മനസ്സിലാവുന്നവർക്കത്, സാമ്പത്തിക വിദഗ്ധന്മാരുണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞു ബോധ്യപ്പെടുത്താം. ദൈനംദിന ചെലവുകൾ നടത്തി ചെറിയ ചെറിയ സംഗതികൾക്ക് ചെറിയ ചെറിയ പൈസകൾ കൊടുക്കുക. വേറൊരു തമാശയുണ്ട്, കേരളയിൽ 100 കോടി. എന്തിനാണാവോ ഈ 100 കോടി കേരളയില്? കേരളയിലിന്റെ അവസ്ഥ എന്താണിപ്പോ? അതിനൊരു 100 കോടി നീക്കി വെച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ യുക്തിരഹിതമായ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. വലിയ തോതിൽ കേരളത്തിലേക്ക് വിദേശ നാണ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക വരുമാനം കേരളത്തിന് പുതിയ സംരംഭങ്ങളിലൂടെ അല്ലെങ്കിൽ പുതിയ വ്യവസായങ്ങളിലൂടെ, വാണിജ്യ സംരംഭങ്ങളിലൂടെ കേരളത്തിന് നികുതി ഇനത്തിൽ പുതിയവ നേടിയെടുക്കാനുള്ള ഒരു സംവിധാനവും ഒരു കാര്യവും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതു സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, പ്രതീക്ഷിച്ചതൊക്കെ വന്നോ ഈ ബജറ്റ്? അല്ല, എനിക്ക് തുടക്കത്തിലെ പറയാനുള്ളത്, കേരളം എന്നൊരു സംസ്ഥാനത്തെ അതിനീചമായി അവഗണിച്ച തുടർച്ചയായ കേന്ദ്ര ബഡ്ജറ്റിന്റെ അവസാനത്തെ ബഡ്ജറ്റ് കടന്നുപോയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളം ഒരു പിന്നോക്ക സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് കേരളത്തിന്റെ പൊതുബോധത്തെയും കേരളത്തിന്റെ നേടിയെടുത്ത നേട്ടങ്ങളെ മുഴുവൻ അപഹസിച്ച ഒരു കേന്ദ്ര സഹമന്ത്രി വാക്കുകൾ കേട്ടിട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, പദ്ധതി വീതം 3.98% നിന്നും കേന്ദ്ര സർക്കാർ 2 വർഷം മുമ്പ് 1.9% വെട്ടിക്കുറച്ചു. എന്നാൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്ക് 7, 8, 9% വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കേരളത്തിലെ ജനങ്ങളോട് ഇങ്ങനെ അല്ലെങ്കിൽ ഈ രീതിയിൽ ശിക്ഷിക്കുന്നുള്ളവരും ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുമ്പോൾ കേരളം നേടിയ നേട്ടങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ബഡ്ജറ്റിന്റെ അവലോകനത്തിലേക്ക് വരുമ്പോൾ പ്രാഥമികമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, 21, 23% ഉണ്ടായിരുന്ന ധനകാര്യ ധനക്കമ്മിയും അതുപോലെ തന്നെ റവന്യൂ കമ്മിയും 1.3% വെട്ടിക്കുറച്ചു, അല്ലെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള കേരളം നേടിയെടുത്ത ഈ അവഗണനയ്ക്ക് ഇടയിലും കേരളം നേടിയെടുത്ത വലിയൊരു നേട്ടമാണ്. അതിനാണ് ആദ്യമായിട്ട് ഈ സംസ്ഥാന സർക്കാരിനെ കൈയടിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഏതാണ്ട് ഒരു വർഷം 2-3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള പ്രതിബന്ധമായിട്ട് തെരഞ്ഞെടുപ്പ് വരിക. തെരഞ്ഞെടുപ്പിലേക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഗിമ്മിക്സും ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ. വേണമെന്നുണ്ടെങ്കിൽ മോഹിപ്പിക്കുന്ന പല വാഗ്ദാനങ്ങൾ ഈ ബഡ്ജറ്റിൽ തരാം. പക്ഷെ പ്രായോഗികപരമായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ്, ഈ പരിമിതമായ സാമ്പത്തിക വരുമാനത്തിൽ നിന്നുകൊണ്ട് നടത്തിയ ഒരു ബഡ്ജറ്റ് പക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ട് അത് മാറുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ പ്രതിപാദിച്ചു, പിന്നെ വിദേശത്തു നിന്നുള്ള വരുമാനം കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികളെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടായെന്ന് ചോദിച്ചു. വാസമ്മേളനത്തിന്റെ ബഡ്ജറ്റ് ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്കൊന്ന് മനസ്സിലാവും. കേരളത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ പിന്നെ ഹൈപ്പ് ചെയ്യുന്ന ബിസിനസ്സിലൊന്ന്
ഒരു ഇൻഡസ്ട്രിയിലൊന്നും ടൂറിസം പിന്നെ സെഗ്മെന്റ് ആണ്, ടൂറിസം ഇൻഡസ്ട്രിയാണ്. നമ്മൾ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പിന്നെ ബഡ്ജറ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. കേരളത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടൂറിസം വളരാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള 3 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ആ കേരളത്തിനോട് കാണിച്ചൊരു അവഗണന നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോഴത്തെ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ചില പദ്ധതികൾ, പ്രത്യേകിച്ച് ആരോഗ്യ, അതായത് ഹെൽത്ത് ടൂറിസത്തിന് നൽകിയ പ്രാധാന്യങ്ങൾ. ആ ഹെൽത്ത് ടൂറിസം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചുള്ള കേരളത്തിന്റെ തനത് സമ്പാദ്യമായ പിന്നെ നിരവധി പിന്നെ ചികിത്സാ രീതികളുണ്ട്. നമ്മുടെ ആയുർവേദമാണെങ്കിൽ അങ്ങനെ പല രീതിയിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഈസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന ഈ സ്ഥലങ്ങളിൽ നിന്നാണ്. രണ്ടാമത് ഒമാൻ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ ഈ ഫ്ലൈറ്റിന്റെ കണക്ടിവിറ്റിയുടെ ദാരിദ്ര്യം കൊണ്ട് മാത്രം കേരളത്തിലെ മെട്രോപൊളിറ്റൻ സിറ്റികൾ, അതായത് ആ രീതിയിലുള്ള 12 സിറ്റികൾ, കോഴിക്കോട്, തിരുവനന്തപുരം ഒഴിച്ച്, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് മാൽഡീവ്സ് എന്നുള്ളവരാണ്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ പിന്നെ ഒമാനിൽ നിന്നുള്ള പിന്നെ ചികിത്സകരാണ്. പക്ഷെ അവർക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആഫ്രിക്കൻ കൺട്രീസ് നിന്നും മറ്റു രാജ്യം യൂറോപ്പ്, US പോലുള്ള ട്രീറ്റ്മെന്റ് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സിൽ അതിനെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നത്. അപ്പൊ അവർക്ക് കണക്ടിവിറ്റി ഫ്ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അതേസമയം ഡയറക്റ്റ് ഫ്ലൈറ്റ് കേരളത്തിലെ പിന്നെ ഈ പറയുന്ന ആഫ്രിക്കൻ കൺട്രീസിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന്റെ വിദേശ നാണ്യ വരുമാനം എന്ന് പറയുന്ന ചിന്തകൾക്ക് പോലും അപ്പുറത്ത്. ഇത് പലതവണ പല ഡിബേറ്റിലും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ചെലുത്തിയാൽ, ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പത്മനാഭ സാറിനെ പോലുള്ളൊരു കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തു. നമ്മൾ ചുമ്മാ കുറെ ഗിമ്മിക്സ് പറഞ്ഞുകൊണ്ടൊന്നും കേരളം രക്ഷപ്പെടത്തില്ല. കേരളം രക്ഷപ്പെട്ടത് കേരളത്തിന്റെ സ്വന്തം കഴിവുകൊണ്ടാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഇന്റർനാഷണൽ ഹബ്ബായി കേരളത്തിനെ മാറ്റാനുള്ള ശ്രമം കഴിഞ്ഞ 8 വർഷങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ എന്നാലും വിദേശത്തേക്ക് ഒഴുകുന്നു. ആ വിദേശത്തേക്ക് ഒഴുകുന്നതിനെ കുറിച്ച് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ തന്നെ നേരിട്ടിട്ടുണ്ട്. ഇത്രയും കുട്ടികൾ ഇവിടെ ഒന്ന് പഠിക്കുന്നുണ്ടോ? അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് മാത്രമല്ല, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട് കേരളത്തിൽ. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ, ഞാനിപ്പോ കാനഡയിൽ, ഓസ്ട്രേലിയയിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ ഇത്രയ്ക്കും ഡെവലപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള കേരളത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ രാജ്യങ്ങളിൽ വന്ന് പഠിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പഠനം മാത്രമല്ല ലക്ഷ്യം. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട്. വർഗീയത, മതപരമായിട്ടുള്ള സ്പ്രെഡിങ്, പരസ്പര വിദ്വേഷങ്ങൾ, രാഷ്ട്രീയ, ഞാൻ തുറന്നു പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയക്കാരാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള സ്പർദ്ധകളൊന്നും ഞങ്ങൾക്കിവിടെ നിൽക്കാനുള്ള അനുകൂലമായ മാനസികാവസ്ഥയില്ല. മുഖ്യ കാരണങ്ങളൊന്നും അതാണെന്ന് പറയുമ്പോൾ ഈ ചർച്ചയിലൂടെ തന്നെ ഞാൻ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അതിലും ഒരു മൈൻഡ് സെറ്റ് മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം കേരളത്തിന്റെ വളർച്ചയെ വലിയ രീതിയിൽ ബാധിക്കും. ഇതിന്റെ നെഗറ്റീവ് ഫാക്ടർ നമ്മളെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. ഇപ്പൊ ഈ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന 2-3 പദ്ധതികൾ ഭയങ്കരമായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്തു. ഒന്ന്, പുനലൂർ, തിരുവനന്തപുരം പിന്നെ കൊല്ലം പുനലൂർ പിന്നെ വ്യവസായ ഇടതാഴിക്കാണ്ട് 1000 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചുള്ള വ്യവസായ ഇടതാഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലുള്ളത് കൊച്ചിൻ, ബാംഗ്ലൂരും കോയമ്പത്തൂരുള്ള ബാങ്കിലുള്ള ഇടതാഴി ഇതുവരെ പ്രാബല്യത്തിൽ വരുത്താനായിട്ട് ഈ 2 സർക്കാരുകൾക്കും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ പോലും അത് ഫലപ്രദമായി എത്തിയാൻ പറ്റില്ല. പക്ഷെ അതേസമയം നമ്മളെ തിരുവനന്തപുരം വിഴിഞ്ഞം പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്നതിലേക്ക് ഞാൻ നടക്കുന്നത്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം കേരള സർക്കാർ ഇനിയിപ്പോ 2-3 ഘട്ടം രീതിയിൽ അത് പ്രഖ്യാപിച്ചപ്പോൾ ഈ ഇടനാഴി കേരളത്തിന്റെ സമ്പദ്ഘടനയും കേരളത്തിന്റെ വികസനത്തിലേക്കും വലിയ രീതിയിലുള്ള ബാധിക്കും എന്നുള്ള കാര്യത്തിൽ, അത് വലിയ രീതിയിലുള്ള ഹൈപ്പ് നൽകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി, അതായത് ഇന്ത്യയിലെ ഏറ്റവും പൊട്ടൻഷ്യലുള്ള, സാഹചര്യങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പിന്നെ സാധ്യതകളുള്ള ലോകത്തിലെ 3ാമത്തെ പോർട്ടാണ് വിഴിഞ്ഞെന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള കപ്പൽപാതകളുള്ളത്. അതിൽ ഇന്ത്യയിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി 1 രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. 1 രൂപ പിന്നെ വരുമാനം തുറമുഖത്തേക്ക് ഉണ്ടാകുമ്പോൾ കേവലം 3 രൂപയുള്ളൂ സംസ്ഥാന സർക്കാർ കിട്ടത്തുള്ളൂ. ബാക്കി മുഴുവനും അതിന്റെ തീരുവകൾ കേന്ദ്ര സർക്കാരിനാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ വസ്തുത ഇത്തരം കാര്യങ്ങളൊക്കെ ബോധിച്ച് നിൽക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ പണത്തിന്റെ സ്കേഴ്സിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി, ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ ഓടി ഒരു തിരിഞ്ഞോട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം എല്ലാവരും ചില മാധ്യമങ്ങളിലൊക്കെ ഞാനിപ്പോ ചെറുതായിട്ടത് കണ്ടു, ഭൂനികുതി വർദ്ധിപ്പിച്ചു 50%, എന്തോ ഭീകരമായ വർധനമെന്ന് പറയുന്നു. വാസ്തവത്തിൽ അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന, കാരണം ഈ 2004 കേരളത്തിൽ അവസാനമായിട്ട് ഭൂനികുതി വർദ്ധിപ്പിച്ചു. 2004, അതായത് ഏതാണ്ട് 20 വർഷത്തിന് മുകളിലായി കേരളത്തിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചിട്ട് 1 സെന്റ് സ്ഥലത്തിന് 5 രൂപയാണെന്ന് അത് 7 രൂപയായിട്ട് വർദ്ധിപ്പിക്കും. സ്വാഭാവികമായിട്ടുള്ള നികുതി വർധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പിന്നെ വരുമാനം എന്നല്ലാതെ കണ്ട് അതിനെ ഒന്നും നിങ്ങൾ വിമർശിക്കേണ്ട യാതൊരു കാര്യമില്ല.
മറ്റൊരിപ്പോ ഇവിടെ പത്മനാഭ സാറ് പറഞ്ഞു ഇലക്ട്രിക്കൽ വാഹനങ്ങളെ കുറിച്ച്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്കും അതിന് എതിരഭിപ്രായമുണ്ട്. കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തില് പിന്നെ മിക്കവാറും എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും ഓൾട്ടർനേറ്റീവ് എനർജിയിലേക്ക്, ദാറ്റ് മീൻസ് ഇപ്പൊ ഈ ഇലക്ട്രിക് പിന്നെ വാഹനങ്ങളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ വളരെ വൈകിയാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്നും ഈ പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇത്തരം വാഹനങ്ങളിലേക്ക് മാറണമെന്നാണ്. അപ്പൊ അതിന് ഒരു സബ്സിഡൈസ്ഡ് പിന്നെ പ്രൈസിൽ കൊടുക്കാനായിട്ട് നിർബന്ധിതമാകുമ്പോൾ അതിനൊരു ചെറിയ എമൗണ്ട് കൂട്ടി എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു CPM സഹയാത്രികനാണെങ്കിലും എനിക്കും അതിനകത്തൊരു എതിരഭിപ്രായമുണ്ട്. പക്ഷെ സർക്കാരിന്റെ വരുമാനത്തിൽ മറ്റു മാർഗങ്ങളില്ലാത്തതിന്റെ പേരിൽ സർക്കാർ പിന്നെ ചെറിയൊരു എമൗണ്ട് കൂട്ടിയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതൊന്നും വലിയൊരു ബേഡനായിട്ടൊന്നും കേരളത്തിലെ വാഹനങ്ങൾ വാങ്ങിക്കുന്നവർ കാണത്തില്ല എന്നുള്ള മറ്റൊരു വസ്തുത. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ വസ്തുത, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് ഈ വർഷം അവസാനം കേരളം പ്രഖ്യാപിക്കാൻ പോകും. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടം.